പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഒരു കുക്കർ എടുക്കുക, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക, അതൊന്ന് കുറച്ച് വഴറ്റുക. അതൊന്ന് വഴഞ്ഞ് വന്നതിന് ശേഷം 2 ഉള്ളി 2 പച്ചമുളക് ഇത് ഇട്ടിട്ട് കുറച്ചൊന്ന് വഴറ്റുക. അതൊന്ന് വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യമായ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 3 ടീസ്പൂൺ ചിക്കൻ മസാല, ടീസ്പൂണാണ് ചിക്കൻ മസാല ഇതിലിട്ട്, പിന്നെ അതിന് ശേഷം 1 ടീസ്പൂൺ ജീരകപ്പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി ഇതെല്ലാം നല്ലോണം ഒന്ന് വഴറ്റുക. എണ്ണ തെളിയുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണേ. അങ്ങനൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്കൊരു ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു 1.5 തക്കാളി, അല്ലെങ്കിൽ ഒരു വലിയ തക്കാളി ആണെങ്കിൽ ഒരു വലിയ തക്കാളി അതും കൂടി ഇടുക. അത് നല്ലോണം ഒന്ന് വഴറ്റിക്കോ, നല്ലോണം വഴറ്റിക്കോ, കാരണം അതിൻ്റെ എണ്ണയൊന്ന് തെളിയണം. അപ്പോൾ ഈ തക്കാളിയും കൂടി ഇട്ടിട്ട് അതിലേക്ക് ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഒരു 1/2 കിലോളം വരും, അതും കൂടി ഇടുക, ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് ഒരു 1-2 മിനിറ്റ് അതൊന്ന് വഴഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ്, കറിവേപ്പില ഇത് 3 അറഞ്ചം മുറിച്ചിട്ടിട്ട് നമുക്ക് അതിലേക്ക് ഇടാം. അതിന് ശേഷം കുക്കർ പൂട്ടുക, ഒരു 3-4 വിസിലടിക്കുക, കറി റെഡി. നിങ്ങൾക്ക് പൊറോട്ടക്കും ചപ്പാത്തിക്കും ചോറിനും നെയ്ച്ചോറിനും ഒക്കെ ചേരും. കഴിച്ച് നോക്കണേ, ആക്കി നോക്കണേ. ബായ്. അപ്പം ശരി, വേറൊന്നുമില്ലല്ലോ.